ഗൈസ് നമസ്കാരം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് സീരീസിൻ്റെ രണ്ടാമത്തെ ഷോർട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൻ്റെ ഉള്ളിലാണ്. ഗാന്ധിജി സ്ഥാപിച്ചിട്ടുള്ള സബർമതി തീരത്ത് നിൽക്കുന്ന ഒരു ആശ്രമമാണ് സബർമതി ആശ്രമം എന്ന് പറയുന്നത്. അവിടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം കണ്ടു തീർന്നു. ഞാൻ ഇന്ന് രാവിലെ ഗാന്ധിധാം എന്നാണ് അഹമ്മദാബാദിലേക്ക് വന്നത്. ഭുജിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരുന്ന നമോ ഭാരത് റാപ്പിഡ് റെയിലിന് കയറിയിട്ടാണ് വന്നത്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയാണ് നമോ ഭാരത് എന്ന് പറയുന്നത്. ഒരു സെമി ഹൈ സ്പീഡ് ഇൻ്റർസിറ്റി ട്രെയിനാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ഇൻ്റർസിറ്റി ട്രെയിനാണ് ആ ഒരു നമോ ഭാരത് എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക് ഡോറും AC കോച്ചുകളും, അതായത് AC കോച്ചുകളാണ്. അതുപോലെ തന്നെ എല്ലാ ജനറൽ കോച്ചുകളാണ്. ജനറൽ കോച്ചിൽ AC വെച്ചാൽ എങ്ങനെയിരിക്കും? അതും നമ്മുടെ ഏകദേശം മെട്രോ ഇല്ലേ, അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സംവിധാനം വെച്ച് ഓടുന്ന വണ്ടിയാണ് നമോ ഭാരത്. അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. വീഡിയോ വരും ദിവസങ്ങളിൽ വരും. ഇത് ഞാൻ യാത്ര ചെയ്യുന്ന ഇടയിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഷോർട്സ് ആക്കി ഇടുന്നത്. അങ്ങനെ ആ ഒരു വണ്ടിക്ക് കയറിയിട്ട് ഗാന്ധിധാമെന്ന് അഹമ്മദാബാദിലേക്ക് വന്നു. എന്നിട്ട് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വിചാരിച്ചിട്ട് നേരെ സബർമതി ആശ്രമത്തിലേക്കാണ് വന്നത്. ഇവിടെ ഹൃദയ് കുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശ്രമമുണ്ട്. ഇവിടെ കുറേ ആശ്രമങ്ങളുണ്ട്, ചെറിയ ചെറിയ വീടുകളുണ്ട്. അതിൽ ഹൃദയ് കുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമത്തിലാണ് ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ 12 വർഷക്കാലം താമസിച്ചത്. ഈ ഒരു ആശ്രമത്തിനുള്ളിൽ തന്നെ വേറെയും കുറേ ചെറിയ ചെറിയ ആശ്രമ മന്ദിരങ്ങളുണ്ട് കേട്ടോ. ഒരു നന്ദിനി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ ഒരു ഉപാസനാ മന്ദിരമുണ്ട്. പിന്നെ വിനോബ കുടീരം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. മീര കുടീരം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയണ്ടേ, ഇത് കൂടിച്ചേർന്നിട്ടുള്ള ഒരു ആശ്രമമാണ് ഇത്.